നിന്നെപ്പോലെ ഒരുത്തനെയാണല്ലോ സഞ്ജനയ്ക്ക് വേണ്ടി ആലോചിച്ചത്. ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. സഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് പോയിട്ട് അവളുടെ കാലിലെ രോമത്തെ തൊടാൻ പോലും നിനക്ക് യോഗ്യതയില്ല. ഇനിയും സഞ്ജനയെ കല്യാണം കഴിക്കാമെന്ന് വല്ല വ്യാമോഹം നിന്റെ കുരുട്ടു മനസ്സിനകത്തുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ അങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക്. ഇനി എന്ത് വന്നാലും എന്റെ ജീവനുള്ളിടത്തോളം നിന്റെ ഈ സഞ്ജനയുടെയും കല്യാണം നടക്കാൻ ഞാൻ അനുവദിക്കില്ല. ഓർമ്മയിരിക്കട്ടെ. വാ സഞ്ജനെ. സഞ്ജനെ, നിന്നോടൊന്ന് സംസാരിക്കണം. വന്നേ. ചെരമേ ഒന്നിവിടെ നിന്നേ. എന്താ? സഞ്ജനയോട് ചെരമ സംസാരിക്കുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന്. നീ എന്താ ചെയ്യാൻ പോന്നെന്നും എന്താ പറയാൻ പോന്നെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. സന്തോഷ് എന്നെ വിളിച്ച് എല്ലാം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അക്കാര്യവും പറഞ്ഞുകൊണ്ട് നിന്റെ പ്രസംഗമായിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട. ആ സന്തോഷ് അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സഞ്ജനയുടെ മുഖത്തടിച്ചു. അത് അത്രയ്ക്ക് നിസ്സാരമായൊരു കാര്യമാണെന്ന് ചെറുമിക്ക് തോന്നുന്നുണ്ടോ? സന്തോഷ് തെറ്റുകാരനാണെന്ന് ചെറുമിക്ക് തോന്നുന്നില്ലേ? അതിനിപ്പോ എന്താ? ഇവള് വല്ല തർക്കുത്തരവും പറഞ്ഞിട്ടുണ്ടാവും. അത് നീയായിട്ട് ഇനി ഊതി വീർപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി. ഇത് ചെറിയമ്മയുടെ സ്വന്തം മോളുടെ ജീവിതം. സന്തോഷിനെ കല്യാണം കഴിച്ച സഞ്ജനയുടെ ജീവിതം നരക തുല്യാവും. ഒരിക്കലും അവൾക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവില്ല. കരഞ്ഞും പിഴിഞ്ഞും വിധിയെ പഴിച്ച് ജീവിക്കേണ്ടി വരും. കല്യാണത്തിന് മുൻപ് അവൻ കരണത്തടിച്ചതുകൊണ്ടല്ലേ ഇത്രയും വലിയ പ്രശ്നമായേ. കല്യാണം കഴിഞ്ഞ ശേഷമാണെങ്കിലോ അപ്പ എന്ത് ചെയ്തേനെ? പറഞ്ഞ് സമാധാനിപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറയും. അത്രയല്ലേ ഉള്ളൂ. അതെന്താ ചെറിയമ്മ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞത്? ഇത്രയും കാലം സഞ്ജനയെ പൊന്നു പോലെ വളർത്തിയെടുത്തിട്ട് ഇപ്പൊ അവളൊരു ക്രൂരന്റെ കയ്യിലേക്ക് ബലിയാടാവാൻ കൊടുത്തു വിടുകയാണോ ചെറിയമ്മേ? മേഘനെ, ഒരു കല്യാണം എന്ന് പറയുമ്പോ അതിൽ പല കാര്യങ്ങളും പല വിധത്തിൽ നമ്മൾ ആലോചിക്കണം. ഓരോ ചെറിയ കാര്യങ്ങളും ഭൂതക്കണ്ണാടി കൂടെ നോക്കരുത്. നോക്കിയാൽ ഇത് വലിയ പ്രശ്നമായിട്ടേ തോന്നും. എന്റെ മോളെ ആർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നും ഏത് വീട്ടിലും മരുമകളായി പറഞ്ഞയക്കണമെന്നും എനിക്ക് നല്ല ബോധമുണ്ട്. അതിനിടയ്ക്ക് നീ കയറി വരാതിരുന്നാ മതി. ഇതത്ര ചെറിയ കാര്യമായിട്ട് ചെറിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ചെറിയമ്മയുടെ മോളെ ഒരു തെമ്മാടിക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് അവളുടെ ജീവിതം നരകമാക്കിക്കൊണ്ട് ചെറിയമ്മയ്ക്ക് എന്ത് സന്തോഷാ കിട്ടാ? വേണ്ട മേഘനെ, അനാവശ്യമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഈ കല്യാണം മുടക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് വേണ്ട. ഞാനതിന് അനുവദിച്ചു തരില്ല. എന്റെ മോള് സന്തോഷിന്റെ ഭാര്യയായിട്ട് ജീവിച്ചാ മതി. രാജേശ്വരിയുടെ മരുമകളായി കഴിഞ്ഞാ മതി. ഇക്കാര്യം ഇവിടം കൊണ്ട് നിർത്താതെ മറ്റാരോടെങ്കിലും പറഞ്ഞാ ഇവളെ ഞാൻ അങ്ങ് കൊന്നുകളെ. പ്രിയമതേ, എന്താ ഇവിടെ പ്രശ്നം? അരുണിമേച്ചി, ഒന്നുമില്ല ചേച്ചി. മേഘനെ, ഇവിടെന്തോ ബഹളം കേട്ടല്ലോ. കാര്യം എന്താണെന്ന് നീയെങ്കിലും പറ. മേഘനെ, നിന്നോട് ചോദിച്ചതിനുള്ള മറുപടി പറയും. അത് പിന്നെ അമ്മേ, സന്തോഷിന്റെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. സഞ്ജന അവന് കൊടുത്ത പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ജീവിതം അറവശാലയെ കൊടുത്ത ആടിനെയൊക്കെ കഷ്ടാവും. സഞ്ജനയ്ക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ഒത്തു ജീവിക്കാൻ പറ്റില്ല. അമ്മ ഒരു വട്ടം കൂടെ ഒന്ന് ചിന്തിക്കാൻ. മതി മേഘന്റെ പ്രസംഗം. സ്വന്തം കുടുംബ ജീവിതത്തിൽ മണ്ണ് വാരിയിട്ട് സ്വന്തം ഭർത്താവിനെ വിവാഹമോചനം വരെ എത്തിച്ചത് പോരാഞ്ഞിട്ടാണോ ഇവിടെ മറ്റു പെൺകുട്ടികളുടെ ജീവിതം കോളം നോണ്ടാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? സഞ്ജനയുടെ ജീവിതം നന്നായിരിക്കാന് ഈ കല്യാണത്തെ കുറിച്ച് ഒരു വട്ടം കൂടി ചിന്തിക്കാൻ പറയുന്നത്. എന്റെ പൊന്നെ തമ്പുരാട്ടി ഒന്ന് മതിയാക്ക്. എനിക്കെല്ലാം നന്നായി മനസ്സിലാവുന്നുണ്ട്.
എന്റെ മക്കള് വലിയ വീട്ടിലെ മരുമക്കളാവുന്നത് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതിന്റെ അസൂയല്ലേ നീ കാണിക്കുന്നേ? സമ്പന്നതയുടെ കോട്ടയിലേക്ക് ഞാൻ അവരെ പറഞ്ഞേക്കാൻ പോന്നെ. നിന്നെ പോലൊരു ദരിദ്രവാസി കുടുംബമല്ല എന്റെ കൂട്ടുകാരി രാജേശ്വരിയുടെ കുടുംബം. അരടിമേച്ചി, ഞാൻ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാനും എന്റെ കുട്ടികളും ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ പൊന്നുപോലെ ഞാൻ വളർത്തിയ എന്റെ 2 കുഞ്ഞുങ്ങളെ ഇവിടെ തന്നെ പടുകുഴിയിലേക്ക് തള്ളിയിടും. അതിന്റെ തുടക്കം എന്റെ മോളുടെ കല്യാണ കാര്യത്തിൽ ഇവൾ ഈ കാണിക്കുന്ന പ്രകടനങ്ങൾ. പേരും പ്രശസ്തിയുള്ള വലിയൊരു കുടുംബത്തിൽ എന്റെ മോള് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി എന്റെ മോളുടെ ജീവിതം ചുട്ടരിച്ച് കുളം കുത്താൻ ഇവൾ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞാനും എന്റെ കുട്ടികളും ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കോളാം. സജ്ജരെ, നീ വന്നേ, ഡ്രസ്സെല്ലാം എടുത്ത് പ്രിയമതി മടക്കി. നിന്നെ. മേഘന എന്തോ വിവരമില്ലാതെ ചെയ്തു കൂട്ടിയതിന് നീ എന്തിനെങ്ങനെ ആവേശം കാണിക്കുന്നത്? ഇവൾ എന്തൊക്കെ ചെയ്തെന്ന് ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായല്ലോ. ഓരോ ക്ഷണവും ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും തമ്മിൽ തല്ലിച്ച് ഇവിടെ കൊളം തോടാൻ അവള് വന്നേക്കുന്നത്. ആരും നന്നാവുന്നത് ഈ മേഘനയ്ക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഏത് വിശ്വാസത്തിലാണ് ഞാൻ ഇനി ഇവിടെ തുടരുക? ദേ നോക്കൂ പ്രിയമതെ, ഇത് നിന്റെ വീടാ. നിനക്കും നിന്റെ മക്കൾക്കും ഇവിടെ എല്ലാ അവകാശമുണ്ട്. അതാണോ നീ വേണ്ടെന്ന് വെക്കുന്നത്? ഈ വീട് വിട്ട് ഇറങ്ങി പോകണമെന്നോ തനിച്ചു പോയി ജീവിക്കണമെന്നുള്ള ചിന്തയോ നിന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഉണ്ടാവരുത്. അല്ലെങ്കിൽ തന്നെ 4 ദിവസം കഴിഞ്ഞ് ഇറങ്ങി പോകുന്ന മേഘനയുടെ വാക്കുകൾക്ക് എന്തിനു വില കൽപ്പിക്കുന്നു? ഈ പടി കടന്ന് പോകുന്നെന്ന് മേഘന നമുക്ക് ആരും അല്ലാതാവും. അതിന്റെ പേരിൽ നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? വീടിന് ചുറ്റും ബന്ധുക്കൾ ഉണ്ടായിട്ടും വീടിനകത്തൊരു ദുർമന്ത്രവാദന ഇരുന്നും കൂടത്ര ചെയ്ത് മുടിക്കല്ലേ? നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിട്ടും ഈ മേഖലയുടെ കുതന്ത്രങ്ങൾ തടയാൻ നിങ്ങളെ കൊണ്ടാവുന്നുണ്ടോ? ഇവളെ അടക്കി നിർത്താൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുന്നുണ്ടോ? ഇവളുടെ കൗശലത്തിനും കുതന്ത്രത്തിനും എന്റെ കുഞ്ഞുങ്ങൾ എന്തിനു ബലിയാടാവണം? എന്താ മേഘന നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഈ കുടുംബത്തെ പെരുവഴിയിൽ ഇറക്കാൻ എന്തൊക്കെ ഗൂഢാലോചനകൾ നീ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? വിവാഹമോചനം വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെ കോടതി കയറ്റിച്ചു. പോലീസുകാരും വക്കീലും ഇവിടെ കയറി നരങ്ങാൻ തുടങ്ങി. കുറച്ച് നാളുകൂടി കഴിഞ്ഞാ നീ ആഗ്രഹിച്ച വിവാഹമോചനം കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയാ പോരെ? ഇവിടെ ഇറങ്ങി പോകും മുമ്പ് എന്തിനിത്ര പ്രകടനങ്ങളും നാടകങ്ങളും നടത്തുന്നു? ഞാൻ അങ്ങനെയൊന്നും ഇതുവരെ നീ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. നിന്റെ പ്രവർത്തികളെല്ലാം ഞങ്ങൾ സഹിക്കുകയും ചെയ്തു. നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം നീ എന്തിനാ വെറുതെ കയറി ഇടപെടുന്നേ? മറ്റൊരാളുടെ കുടുംബ കാര്യങ്ങളിൽ നീ എന്തിനാ വെറുതെ കടന്നു കയറുന്നേ? എന്റെ കൺമുന്നിൽ ഒരു വലിയ തെറ്റ് നടക്കുന്നെന്നറിഞ്ഞിട്ടും കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ മിഥുനേട്ടാ? തെറ്റിനെ കുറിച്ച് പറയാൻ നിനക്കെന്ത് യോഗ്യതയുള്ളത്? തെറ്റുകളെല്ലാം ചെയ്തത് നീയാ. എന്നിട്ട് ആ തെറ്റുകളെ ശരിയാക്കാൻ വേണ്ടി വീണെടുത്ത് കിടന്ന് ഉരുളുന്നത് നീയാ.
ഏത് വകുപ്പിൽ ഈ കുടുംബത്തിലെ കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഇതുവരെ ഈ കുടുംബത്തിൽ നീ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ധാരാളം. ഇനിയും ഞങ്ങളുടെ സഹനശക്തിയെ പരീക്ഷിക്കരുത്. ഇപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒന്നു മാത്രം. സഞ്ജനയുടെ വിവാഹ കാര്യത്തിൽ നീ തലയിടാൻ പാടില്ല. സോറി ഏട്ടത്തി, മോമിന്റെ മുൻപിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. പറഞ്ഞെല്ലാം അവിടെ തീരും. ഏട്ടത്തി എല്ലാരും കുറ്റവാളിയാക്കിയിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നോട് പൊറുക്കണേ ഏട്ടത്തി. അതെ മേഘനെ, ഇവിടെ എല്ലാവർക്കും നല്ലതും ചീത്തയൊക്കെ തിരിച്ചറിയാൻ പറ്റും. ശരിയും തെറ്റും തീരുമാനിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇന്നുവരെ ഈ കുടുംബത്തിൽ നടന്നതെല്ലാം ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങളാ. അതുകൊണ്ട് നിന്റെ ആശയങ്ങളും ഉപദേശങ്ങളും തൽക്കാലം ഇവിടെ ആർക്കും ആവശ്യമില്ല. ദയവ് ചെയ്ത് ഇനി സഞ്ജനയുടെ കല്യാണ കാര്യത്തിൽ നീ ഇടപെടാൻ പാടില്ല. മേഘന മോളെ, അത് എന്റെ മോൾക്ക് ഒരു നല്ല ജീവിതം കിട്ടുമ്പോ നിനക്കത് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? അസൂയ നിന്റെ കണ്ണിൽ കത്തിക്കാളുന്നു. ഞാൻ എന്റെ കുട്ടികളും ഇനി ഈ വീട്ടിൽ കഴിയാൻ ആഗ്രഹിക്കുന്നില്ല. പേരും പ്രശസ്തിയും ഐശ്വര്യമുള്ള ഒരു കുടുംബത്തിലേക്ക് ഞാൻ എന്റെ മോളെ പറഞ്ഞയക്കാൻ പോകുന്നത്. പക്ഷെ ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി സർവ്വതും ചുട്ടരിച്ച് കോളം കുത്താൻ ഇവൾ ഊരമ്പേട്ട് ഇറങ്ങിയിരിക്കുക. അരുണിമേ, നിന്റെ ആവേശവും എനിക്ക് മനസ്സിലാവും. മേഘനയുടെ ആവലാതിയും എനിക്ക് മനസ്സിലാവും. ദേഷ്യവും സങ്കടവും എല്ലാം മാറ്റിവെച്ച് സമാധാനമായിട്ട് ആലോചിച്ച എല്ലാത്തിനും ഉത്തരം കിട്ടും. ആലോചിക്കണമെന്നോ? എന്റെ ജയേട്ടൻ ഞാൻ ആലോചിക്കണ്ടേ? ഇങ്ങനൊരു പ്രേതത്തെ ഈ വീട്ടിലെ മരുമകളാക്കിയത് എന്തിനാന്നാ ഞാൻ ആലോചിക്കുന്നത്? അന്ന് നമ്മുടെ എല്ലാം കണ്ണിനെ തിമിരം ബാധിച്ചിരിക്കുകയായിരുന്നു. ഒരു കള്ളപ്പണിക്കരെ വിശ്വസിച്ചതിന്റെ ഫലം വേലിക്കിടന്ന് പാമ്പിനെ വീട്ടിലെടുത്തു വെച്ചതുപോലെ. അന്ന് അന്ധവിശ്വാസങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് മേഘനയെ കണ്ടെത്തിയതും മിഥുനെ കല്യാണം കഴിച്ചു കൊടുത്തതും മേഘന കാരണം മിഥുന്റെ ജീവനും ജീവിതവും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയുടെ കൂടെയായിരുന്നു. ബുദ്ധിവികാരത്തിനും വിശ്വാസത്തിനും വഴിമാറി കൊടുത്തപ്പോ എത്ര വലിയ ദശാസന്ധി എവിടെ ഉണ്ടായത്? ഇന്ന് ആ മേഘന കാരണം ഈ കുടുംബം ഒരു നരകായി മാറിയിരിക്കുക. ഒരു ക്ഷണം പോലും സമാധാനം ഇല്ലാതായിരിക്കുക. അരുണിമേ, മേഘനയെ കണ്ടെത്തി മിഥുന് കല്യാണം കഴിച്ചു കൊടുത്ത് എന്തിനാണെന്നുള്ള കാര്യം തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെക്കുക. എന്നിട്ട് സഞ്ജനയുടെ കല്യാണക്കാര്യത്തിൽ അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നൊന്ന് ചിന്തിച്ചൂടെ? ഇതിലിപ്പോ ചിന്തിക്കാൻ എന്തിരിക്കുന്നു ചേട്ടാ? മേഘന സ്വന്തം ജീവിതത്തിൽ സ്വയം മണ്ണ് വാരിയിട്ടതാ. ആ കേട് മാറ്റാൻ അവൾക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ അവളിപ്പോ ശ്രമിക്കുന്നത്. അതെനിക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ പറയല്ലേ? ജേട്ടൻ കണ്ടതല്ലേ? മേഘന പുകച്ചപ്പോ പ്രിയമതി വീട് വിട്ട് ഇറങ്ങി പോവാൻ വരെ തയ്യാറായി. കുറച്ചു കഴിഞ്ഞ് നമുക്ക് ആരും അല്ലാതാവാൻ പോകുന്ന മേഘന എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ? ഇത്രയും കാലം ഒരു കൂട്ടുകുടുംബമായി സന്തോഷായി കഴിഞ്ഞവരാ നമ്മള്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാതെ സമാധാനത്തോടെ ജീവിച്ചവരാ. മേഘന വന്നതിന് ശേഷമല്ലേ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. നീ ഒരു ഭാഗത്തു നിന്ന് മാത്രമാണ് ചിന്തിക്കുന്ന അരുണിമേ. എല്ലാ കാര്യത്തിനും പലവിധ വീക്ഷണകോണുകൾ ഉണ്ടായിരിക്കും. എല്ലാ കോണിൽ നിന്നും ആലോചിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ചുറ്റും നടക്കുന്ന തെറ്റും ശരിയും മനസ്സിലാക്കാനാവൂ. നമ്മുടെ കണ്ണിൽ കാണാത്ത നല്ലതും ചീത്തയും തിരിച്ചറിയാനാവൂ. എന്നുവെച്ചാ ഇത്രയും നാളെ നമ്മൾ ജീവിച്ച രീതി ശരിയല്ലെന്നാണോ? പരസ്പരം നമ്മൾ പെരുമാറിയ ശൈലി തെറ്റാണെന്നാണോ? നമ്മുടെ രീതിയും ശൈലിയൊന്നും തെറ്റാണെന്നല്ല.
പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കുന്നത് തെറ്റായ രീതിയിലാണെങ്കിലും അരുണിമേ, അതെങ്ങനെ? ഏത് കാര്യത്തിലാണ്? ഇന്നതാണെന്ന് പ്രത്യേകം അങ്ങനെ എടുത്തു പറയാനൊന്നും എനിക്കിപ്പോ കഴിയില്ല. എന്നാലും മേഘന എന്ത് ചെയ്താലും അതിൽ മറ്റുള്ളവരുടെ നന്മയുണ്ടായിരിക്കുമെന്ന് ഓർക്ക്. അവൾക്കൊരിക്കലും ആർക്കും തിന്മ ചെയ്യാനാവില്ല. അത് നിനക്കും പലപ്പോഴും മനസ്സിലായിട്ടുള്ള കാര്യമല്ലേ? മതി, നിർത്ത് ജയേട്ടാ, എനിക്ക് കേക്കണ്ട. യോഗ്യതയില്ലാത്തവരെ തോളെ കയറ്റി വെക്കുന്നത് ഏറ്റവും വലിയ തെറ്റ്. വിവരക്കേടുകൾ മാത്രം ചെയ്തു കൂട്ടുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലും തെറ്റാണ് ജയേട്ടാ. മേഘനയോട് ആരെന്തു പറഞ്ഞു കൊടുത്താലും അവളത് മനസ്സിലാക്കില്ല. നിങ്ങളെങ്കിലും അവളെ ഒന്ന് ഉപദേശിക്കും. ഇനി സഞ്ജനയുടെ കല്യാണ കാര്യത്തിൽ വെറുതെ കയറി തലയിടരുതെന്ന് പറഞ്ഞേക്ക്. അവളുടെ കല്യാണത്തിന് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായാ ഞാൻ വെറുതെ ഇരിക്കുന്നു കരുതണ്ട. അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഏട്ടത്തി, എന്താ സഞ്ജനെ? ഇനി എന്റെ കല്യാണ കാര്യത്തിൽ മേഘനേട്ടത്തെ ഇടപെടണ്ട. അതെന്താ നീ ഇപ്പൊ ഇങ്ങനെ പറയണേ? നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആരുടെങ്കിലും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായ പോലും ഞാൻ വെറുതെ നോക്കി നിൽക്കാറില്ല. എന്നിട്ടിപ്പോ നമ്മുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ ജീവിതം പാതാളത്തിലേക്ക് പതിക്കാൻ പോവാന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റും? ഞാൻ ജനിച്ചു വളർന്ന ഈ കുടുംബത്തിലുള്ളവർക്ക് ആ ചിന്തയില്ലാത്തപ്പോ ഏട്ടത്തി എന്തിനാ കഷ്ടപ്പെടുന്നു? എന്റെ തലയിലെഴുത്ത് എങ്ങനെയാണെന്ന് വെച്ചാ അതുപോലെ നടക്കട്ടെ. ഭാവിയിൽ എന്തൊക്കെ നേരിടേണ്ടി വന്നാലും അതെല്ലാം സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു ഏട്ടത്തി. പോകുന്ന വഴി കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് ചുവട് വെക്കുന്നത് നല്ലതിനല്ല മോളെ. മറ്റൊരു നല്ല പാത തിരഞ്ഞെടുക്കാനുള്ള അവസരം നമ്മുടെ കൺമുന്നിലുള്ളപ്പോ തന്നെ അത് നമ്മൾ സ്വീകരിക്കണം. ഇഷ്ടപ്പെട്ട നല്ലൊരു പാത തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എന്തിനു വേണ്ടി തിരയണം ഏട്ടത്തി? എന്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണം? നീ അങ്ങനെയൊന്നും പറയരുത്. നീ ഇങ്ങനെ സ്വയം സഹതപിച്ചുകൊണ്ട് കുഴിയാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ ചെന്ന് ചാടാതിരിക്കാൻ നോക്ക്. നിന്റെ ഭാവി ഇപ്പൊ നിന്റെ കയ്യിലുണ്ട് മോളെ. അത് കളയാതിരിക്കാൻ ശ്രമിക്കാൻ. ഇനി ഇക്കാര്യം മോളെ എനിക്ക് വിട്ടു തന്നേക്ക്. ഞാൻ ശരിയാക്കിക്കോളാം. നിന്റെ നല്ല ഭാവി ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാ. ഇഷ്ടമില്ലാത്ത ഈ കല്യാണം ഒരു വിധത്തിലും നടക്കാൻ ഞാൻ അനുവദിക്കില്ല. അതല്ല ഇനി എന്നോടൊന്നും പറയേണ്ട സഞ്ജന. കൺമുന്നിൽ വെച്ച് നിന്റെ ജീവിതം പട്ടിക്കൂട്ടി കൊണ്ടേ അടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? ഇനി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഓക്കെ. മേഘനെ, ഉം? നീ എന്തിനാ ഇതിനൊക്കെ ചെന്ന് ചാടുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ പ്രവൃത്തികൾ നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് ഇപ്പൊ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കണ്ണുകൊണ്ട് മാത്രം കണ്ട നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാനാവില്ല. മനസ്സുകൊണ്ട് കാണാൻ സാധിക്കണം ഏട്ടാ. എന്നാ മാത്രമേ തെറ്റും ശരിയും ഏതാണെന്നും നല്ലതും ചീത്തയും എന്താണെന്നും വ്യക്തമായി മനസ്സിലാവും. അത് ശരി, ഞങ്ങൾ മനസ്സുകൊണ്ട് കാണാൻ അറിയാത്തവര്. അല്ല, നീ ഏതുദ്ദേശത്തിലാ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് പറ. സഞ്ജനയുടെ കല്യാണം മുടക്കിയിട്ട് നിനക്ക് എന്ത് നേടാനാ? പ്രിയംവദ ചെറിയമ്മയുടെ സന്തോഷം നശിപ്പിച്ചിട്ട് നിനക്കെന്താ ലാഭം? അതേ ചോദ്യം ഏട്ടന്റെ മനസ്സിനോട് 2 വട്ടം ചോദിച്ചു നോക്ക്. മേഘനയ്ക്ക് ഇതൊക്കെ ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു? അവൾക്ക് അവളുടെ സ്വന്തം കാര്യം നോക്കിയ പോരെ. എന്തിനവളിങ്ങനെ സ്വയം എരിഞ്ഞടങ്ങാൻ നോക്കണം? കുറ്റവാളിക്കൂട്ടിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി ഒരു കാര്യത്തിന് വേണ്ടി അങ്ങേയറ്റം പോരാടുന്നുണ്ടെങ്കിൽ ആ പോരാട്ടത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു ബലമായ കാരണം ഉണ്ടാവില്ലേ ഏട്ടാ? അവളുടെ കഷ്ടപ്പാടിന് പുറകിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും ഉണ്ടാവും. അത് ഏട്ടന് മനസ്സിലാവാത്തിടത്തോളം എന്റെ പ്രയത്നങ്ങളും പ്രയാസങ്ങളും ഏട്ടന് മനസ്സിലാവില്ല. അല്ല മേഘനെ, ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് നീ മാത്രം. സമാധാനത്തോടെ കഴിയുന്ന വീട്ടിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നീയാ. നിശബ്ദമായി പോകേണ്ട അന്തരീക്ഷം മുഴുവൻ ഇതുപോലെ പ്രകമ്പനം കൊള്ളിച്ച് അലമ്പാക്കുന്നത് നീ തന്നെയാണ്. എന്തോ വലിയ കാര്യം ഇവിടെ ചെയ്തു കൂട്ടുന്നതെന്ന് ഓർത്തോണ്ട്
നീ ചെയ്തു കൂട്ടുന്ന എല്ലാം മണ്ടത്തരാ. ഞാൻ ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് വളരെ പെട്ടെന്ന് ഏട്ടന് മനസ്സിലായിക്കോളും. എന്റെ ഈ പോരാട്ടം എന്തിനു വേണ്ടിയാണെന്ന് ഇന്നല്ലെങ്കിൽ നാളെ ഏട്ടൻ തിരിച്ചറിയും. ആ ദിവസത്തിനായി ഞാനും കാത്തിരിക്കുന്നു. ഇവൾ എന്തിനാണാവോ ഈ കാര്യത്തിൽ ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഈ കാര്യത്തിൽ എന്ത് മലമറിക്കാനാ ഇവളുടെ ഉദ്ദേശം? പറയുന്നതും അനുസരിച്ചുകൊണ്ട് മാറി നിന്നാ പോരെ? നല്ലവളാണെങ്കിലും മൂശാട്ടയാ. എടി ചാരു, എന്നെ കല്യാണം ആലോചിച്ചവൻ നിന്റെ ചുരിദാറിന്റെ തുമ്പും പിടിച്ചുകൊണ്ട് നടക്കുക. നിങ്ങളെ തമ്മിൽ അകറ്റാനുള്ള എന്റെ ആദ്യ ചുവട് ഞാൻ ഇവിടുന്ന് തുടങ്ങുക. ഏയ് ചാരു, എന്തൊക്കെയുണ്ട്? ഞാൻ സുഖായിരിക്കുന്നു ശൈലു. നിനക്ക് സുഖാണോ? എനിക്കെന്താ, സൂപ്പർ ആയിരിക്കുന്നു. അത് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെയാ വിശേഷങ്ങള്? സ്നേഹിച്ചവനെ തന്നെ കല്യാണം കഴിക്കാൻ പോവല്ലേ, അപ്പൊ അതിനേക്കാളും വലിയ ഭാഗ്യം വേറെ എന്തുണ്ടാവാനാ? അത് ശരി. നീ ആരെക്കുറിച്ചായി പറയുന്നത്? ഞാൻ ഇഷ്ടപ്പെട്ട വിവേകുമായിട്ട് എന്റെ കല്യാണം ഉറപ്പിച്ചു. ഉടനെ തന്നെ കല്യാണം ഉണ്ടായിരിക്കും. പിന്നെ എന്റെ ജീവിതം സ്വർഗതുല്യം ആയിരിക്കില്ലേ ചാരു? ഇതൊക്കെ ഓർക്കുമ്പോ തന്നെ എന്റെ മനസ്സ് വല്ലാണ്ട് പുളകം കൊള്ളുക. അത് ശരി. അപ്പൊ നിങ്ങള് രണ്ടുപേരും തമ്മിലുള്ള കല്യാണം വീട്ടുകാരെല്ലാരും കൂടെ ഉറപ്പിച്ചു കഴിഞ്ഞോ? കല്യാണത്തിന്റെ തീയതി നിശ്ചയിച്ചോ? ഇതിപ്പോ പുതിയതായിട്ട് തീരുമാനിച്ച കാര്യമൊന്നും അല്ലല്ലോ. ഞങ്ങള് തമ്മിലുള്ള കല്യാണം വീട്ടുകാരെ എന്നേ തീരുമാനിച്ചതാ. ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നത് രണ്ട് കുടുംബവും സ്വപ്നം കാണുന്ന കാര്യമാ. അതുകൊണ്ട് എന്റെ ഏട്ടന്റെ സഞ്ജനയുടെ കല്യാണം കഴിഞ്ഞതും എന്റെയും വിവേകിന്റെയും കല്യാണം നടത്താന്ന് മൂത്തവരെല്ലാം കൂടി തീരുമാനിച്ചു. നിന്റെയും വിവേകിന്റെയും കല്യാണം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ തന്നെ ലേറ്റായെന്നും പറഞ്ഞ് വീട്ടുകാർക്ക് പരാതിയാ. ഇനി ഇതവര് വൈകിപ്പിക്കൊന്നുമില്ല. അവിടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് അവൻ എന്റെ പുറകെ പ്രണയം പറഞ്ഞോണ്ട് നടക്കുക അല്ലേ? അവിടെ ശൈലുവിന്റെ കഴുത്തി കെട്ടാൻ താലി പണിത് വെച്ച് ഇവിടെ എന്റെ അടുത്ത് ഞാനാണ് ലോകമൊന്നും പറഞ്ഞു വന്നേക്കുന്നു. അതിരിക്കട്ടെ, നിന്റെ കാര്യമൊക്കെ എവിടം വരെയായി? നിനക്കും എന്തെങ്കിലുമൊക്കെ പ്രേമം ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. പ്രേമോ? അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല. ശരി എന്നാ, ഞാൻ പോയിക്കോട്ടെ. കുറച്ച് തിരക്കുണ്ടായിരുന്നു. ചാരു, നിന്നെ വിവേകിനെ എന്നേക്കുമായിട്ട് അകറ്റാനായി ആദ്യത്തെ വിത്ത് ഞാൻ പാകിക്കഴിഞ്ഞു. ആ വിത്ത് മുളച്ച് മഹാവൃക്ഷം ആകുമ്പോ തമ്മിൽ മുഖത്ത് നോക്കാനാകാത്ത വിധം നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അകറ്റിയിരിക്കും. നീ കരുതിയിരുന്നു. മാഡം, ഒരു 2 minutes, ഒരു ഫോൺ കോൾ ഉണ്ട്. ആയിക്കോട്ടെ. ഹലോ. വീട്ടിൽ ഇത്രയും വലിയ പാർട്ടി നടക്കുമ്പോ അതൊന്നും ശ്രദ്ധിക്കാണ്ട് നീ ഇത് എവിടെയാ കറങ്ങി നടക്കുന്നേ? അതുകൊണ്ടൊന്നും അല്ല ചാ, ഇവിടെ ഇപ്പൊ എന്റെ ആവശ്യം എന്തിരിക്കുന്നു? ഏയ് അങ്ങനെയൊന്നുമില്ല. ദേ നിൽക്കുന്നു മേഘനന്ദ. ഇത്രയും നേരം മുങ്ങിയിട്ട് ഇപ്പോഴവള് പൊങ്ങിയേക്കുന്നേ. എടിക്ക് ഇവിടുന്ന് മുങ്ങിയിട്ട് നീ എങ്ങോട്ടേ പോയിട്ട് വരുന്നേ? മാഡം, ഞാൻ ഇവിടേക്ക് പോവാനാ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. മേഘനന്ദയുടെ പെരുമാറ്റങ്ങളെല്ലാം അതിവിചിത്രമായിരിക്കുന്നു. അവളുടെ ശബ്ദവും വർത്താനവും എല്ലാം മേഘനയെ പോലെ തന്നെ. മേഘനയെ പോലെ തന്നെയാണ് മേഘനന്ദയും ചിന്തിക്കുന്നത്. മേഘനയും മേഘനന്ദയും കണ്ട ഇരട്ട പെറ്റ ഒരു അമ്മയുടെ മക്കളാണെന്നേ തോന്നൂ. എവിടെയാണ് കുഴപ്പം? മേഘനയും മേഘനന്ദയും തമ്മിൽ എന്താ ബന്ധം? നീ എവിടെ ജോലി ചെയ്യുന്നതെന്ന് ആദ്യം പറ. എന്റെ കമ്പനിയിലെ റൂൾസ് അനുസരിച്ച് എനിക്കങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? നിന്റെ അച്ഛനിപ്പോ എന്ത് ചെയ്യുന്നു? അതൊക്കെ എന്തിനാ മാഡം ഇപ്പൊ ചോദിക്കുന്നേ? ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. നമ്മളിപ്പോ നല്ല ഫ്രണ്ട്സ് അല്ലേ? ബോസും എംപ്ലോയിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഇത്രയൊക്കെ മതി.
അതിൽ കൂടുതൽ പേഴ്സണലായിട്ട് എന്തിനാ മാഡം? ഇനിയിപ്പോ പുതിയതായിട്ട് നല്ല കൂട്ടുകാരാവണമെങ്കിൽ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടോ? മേഘന എവിടെ ജോലി ചെയ്യുന്നതെന്ന് പറയുന്നില്ല. മേഘനന്ദ പേഴ്സണൽ ഡീറ്റെയിൽസും പുറത്തു വിടുന്നില്ല. എല്ലാം കൂട്ടിക്കഴിച്ച് നോക്കുമ്പോ ആകെ തുക കിട്ടുന്നത് മേഘനയും മേഘനന്ദയും ഒരാള് തന്നെയാണെന്നല്ലേ? ആണോന്ന് എങ്ങനെ കണ്ടുപിടിക്കും? മേഘന റൂമും കുറ്റിയിട്ട് എങ്ങോട്ടും ഇറങ്ങിപ്പോയിരിക്കുക. അപ്പൊ അവളെവിടെയാ ജോലി ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞാ എന്റെ ഈ സംശയങ്ങളുടെ എല്ലാം ചുരുളുകൾ ഓരോന്നായി അഴിയാൻ തുടങ്ങും. യെസ്,